നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് സംസാരത്തിനൊരു കുഴച്ചിൽ വന്നു, അല്ലെങ്കിൽ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയി, അല്ലെങ്കിൽ ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പൂർണ്ണമായി ശരിയായി. എന്ത് ചെയ്യണം? എന്തായാലും ശരിയായല്ലോ, വെറുതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ, അതോ ആശുപത്രിയിൽ പോവേണ്ടതുണ്ടോ? താൽക്കാലികമായി വരുന്ന ഈ രീതിയിലുള്ള ബലക്കുറവ്, സംസാരത്തിൻ്റെ കുഴച്ചിലൊക്കെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന ഒരു ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്, അതല്ല എങ്കിൽ TIA ആകാം. ഈ രീതിയിലുള്ള ഒരു അസ്വസ്ഥതയാണ് എങ്കിൽ, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ വന്നു പോയ ഈ TIA വലിയൊരു സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പക്ഷാഘാതത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സൂചനയായിരിക്കാം. ഇന്നത്തെ ടോക്ക് TIA പറ്റിയാണ്, ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം അത് ഒരു രക്തക്കുഴലിൽ വരുന്ന ഒരു ക്ലോട്ട് കൊണ്ടോ രക്തക്കുഴലിൻ്റെ ചുരുക്കം കൊണ്ടോ താൽക്കാലികമായി തടസ്സപ്പെട്ടാൽ അത് ശരീരത്തിലുണ്ടാക്കുന്ന ലക്ഷണങ്ങളെയാണ് TIA എന്ന് വിളിക്കുന്നത്. കോമണായി എന്തൊക്കെയായിരിക്കാം TIAയുടെ ലക്ഷണങ്ങൾ? അത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ബി ഫാസ്റ്റ്. ബി എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ബാലൻസ്, ശരീരത്തിന് ബാലൻസ് നഷ്ടപ്പെടുക, വേച്ചു പോകുന്നത് പോലെ. ഇ എന്ന് പറയുവാണെങ്കിൽ ഐ, കണ്ണിന് മൂടലോ രണ്ടായി കാണുന്നത് പോലെയൊക്കെ വരിക. F എന്ന് പറയുകയാണെങ്കിൽ ഫേസ്, മുഖത്തിന് ഒരു വശത്തേക്ക് കോടൽ പോലെ ഉണ്ടാവുക. A എന്ന് പറയുകയാണെങ്കിൽ ആം, കൈകൾക്ക് ബലക്കുറവോ മരവിപ്പോ ഉണ്ടാവുക. S എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീച്ച്, എന്ന് വെച്ചാൽ സംസാരത്തിന് കുഴച്ചിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ തന്നെ പറ്റാതെ വരിക. T ടൈമാണ്. ഈ പേരിൽ തന്നെ ഉണ്ട് എന്ത് ചെയ്യണമെന്ന്. ഈ രീതിയിലൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ യു ഹാവ് ടു ബി ഫാസ്റ്റ്, എന്ന് വെച്ചാൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുക, ഡോക്ടറിനെ കാണുക, വേണ്ട പരിശോധനകൾ നടത്തുക. പെട്ടെന്ന് കൈകാര്യം ചെയ്തില്ല എങ്കിൽ സ്ഥിരമായ തളർച്ചയിലേക്ക് വഴിവെക്കാവുന്ന ഒരു സൂചന തരുന്ന അവസ്ഥയാണ് TIA. ആർക്കാണ് ഈ TIA വരാനുള്ള സാധ്യത കൂടുതൽ? പ്രഷറുള്ളവർക്ക്, ഷുഗർ, തൈറോയിഡ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളുള്ളവർക്ക്, പിന്നെ പുകവലി, മദ്യപാനം പോലെയുള്ള ശീലങ്ങളുള്ളവർക്ക്. ചിലപ്പോഴൊക്കെ പാരമ്പര്യത്തിൻ്റെ ഘടകമുണ്ടാവാം. നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ പ്രായം ചെന്നിട്ടാകട്ടെ തലച്ചോറിൽ ക്ലോട്ടോ ഹാർട്ടിന് അറ്റാക്കോ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോട്ടിങ് വരാനായിട്ടുള്ള അപകട സാധ്യത കൂടുതലാണ്. വ്യായാമം ഇല്ലാതിരിക്കുക, അമിതവണ്ണം ഉണ്ടാവുക, ചിലപ്പോഴൊക്കെ ചില വൈറൽ പനികൾക്കൊക്കെ ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ സമയത്തൊക്കെ ക്ലോട്ടിങ് ഉണ്ടാവാം. കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഒത്തിരി ആളുകൾക്ക് ക്ലോട്ടിങ് ഉണ്ടായത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബലക്കുറവോ സംസാരത്തിനോ കുഴച്ചിൽ വന്നാൽ അത് TIA ആയിരിക്കാം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്ര നേരത്തേക്കൊക്കെ ബലക്കുറവ് വന്ന് മാറുമ്പോഴാണ് നമ്മളതിനെ TIA എന്ന് വിളിക്കുന്നത്? പണ്ടൊക്കെ ഒരു ബലക്കുറവ് വന്ന് 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും നോർമലായാൽ നമ്മൾ TIA എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇന്ന് അത് മാത്രം പോരാ. തലയുടെ ഒരു സ്കാൻ ചെയ്ത്, അത് MRI സ്കാൻ ചെയ്ത് തലച്ചോറിൽ ക്ലോട്ട് ഇല്ല, അതും പിന്നെ വന്ന ബലക്കുറവോ സംസാരത്തിൻ്റെ കുഴച്ചിലോ പൂർണ്ണമായി മാറുക, ഇത് 2 സാഹചര്യവും ഒത്തുചേർന്നാലാണ് ഒരു TIA എന്ന് പറയുന്നത്. എന്തായാലും പ്രശ്നം വന്നു, ബുദ്ധിമുട്ടൊക്കെ മാറിയല്ലോ, ഇനി ആശുപത്രിയിൽ പോയിട്ട് എന്തിനാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആശുപത്രിയിൽ പോയാൽ ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യണം, മരുന്ന് കഴിക്കണം, ഇനിയും വന്നാൽ നോക്കിയാൽ പോരെ എന്ന് നിങ്ങളിൽ ചിലർ ചിന്തിച്ചേക്കാം. എന്താണ് അതിൻ്റെ അപകട സാധ്യത? ആർക്കെങ്കിലും ഒരാൾക്ക് TIA വന്നാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള അപകട സാധ്യത 19%. എന്ന് വെച്ചാൽ
100 പേർക്ക് TIA വന്നുവെങ്കിൽ അതിൽ 19 പേർക്ക് അടുത്ത 3 മാസത്തിനുള്ളിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ഥിരമായ ബലക്കുറവോ സംസാരത്തിൻ്റെ കുഴച്ചിലോ ഉണ്ടാകാം. ഇത് വളരെ വലിയൊരു നമ്പറാണ്. വേണ്ട സമയത്ത് മരുന്നെടുത്താൽ അങ്ങനെയൊരു തളർച്ച വരുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഒരു TIA വന്നാൽ എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് തലയുടെ സ്കാനാണ്. അത് തലച്ചോറിൻ്റെ MRI ആണ് മിക്കപ്പോഴും നമ്മൾ ചെയ്യുക. ചിലപ്പോഴൊക്കെ MRIയുടെ ഒപ്പം തലച്ചോറിലേക്കുള്ള രക്തക്കൊള്ളികൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്ന ആൻജിയോഗ്രാമും നമ്മൾ MRI വഴിയായി ചെയ്യും. തലച്ചോറിൽ ക്ലോട്ടില്ല, രക്തക്കൊള്ളികൾക്ക് ബ്ലോക്ക് ഒന്നുമില്ല എങ്കിൽ പിന്നെ ക്ലോട്ട് വരാനുള്ള മറ്റ് സാധ്യതകൾ നമ്മൾ നോക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹാർട്ടിൻ്റെ പരിശോധന, ഹാർട്ടിൻ്റെ എക്കോ, ഹാർട്ടിൻ്റെ മിടിപ്പ് കൈ നോക്കുന്ന ഹോൾട്ടർ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും എല്ലാം പരിശോധനകൾ നോക്കും. കൂടാതെ തൈറോയിഡ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രക്തത്തിൻ്റെ പരിശോധനകളും ചെയ്യും. പ്രഷറോ ഷുഗറോ ഒക്കെ കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് എങ്കിൽ മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് അത് കൺട്രോൾ ആക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ പരിശോധനകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയാണ് ചികിത്സയിലേക്ക് വരിക. പരിശോധനയിൽ കാണുന്ന പ്രശ്നത്തിനനുസരിച്ച് രോഗികൾക്ക് നമ്മൾ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ്, ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള മരുന്നുകൾ തുടങ്ങും. എത്ര നാൾ ഈ മരുന്ന് വേണം, ഏത് ഡോസിൽ വേണം, ഇതൊക്കെ ഈ TIAയുമായി അനുബന്ധിച്ച് ചെയ്യുന്ന ടെസ്റ്റുകളുടെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പെട്ടെന്ന് വരുന്ന സംസാരത്തിൻ്റെ കുഴച്ചിലോ മുഖത്തിൻ്റെ കോടലോ ഒക്കെ ഉണ്ടായാൽ അത് ഒരു സ്ട്രോക്കിൻ്റെ സൂചനയായിരിക്കാം. ഇങ്ങനെയൊരു TIA ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക, ഡോക്ടറിനെ കാണുക, വേണ്ട സ്കാനിനും മറ്റ് പരിശോധനകൾക്കും വിധേയരാവുക. നന്ദി.